ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓമക്കായയാണ് എടുത്തിരിക്കുന്നത്. ഈ ഓമക്കായയ്ക്ക് പലതരത്തിലുള്ള പേരുണ്ടല്ലേ, പപ്പായ, കപ്പങ്ങ എന്നൊക്കെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമക്കായ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഓമക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര, ഒരു നാരങ്ങ, ഇതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ നമുക്ക് ഓമക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഓമക്കായയുടെ ഉള്ളിൽ നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറയിൽ ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. നമ്മൾ മുറിക്കുന്ന സമയത്തൊക്കെ നല്ല ഓറഞ്ച് കളറാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ പീസാക്കിയതിന് ശേഷമാണ് തൊലിയെല്ലാം ചെത്തിയെടുക്കുന്നത്. തൊലിയെല്ലാം ചെത്തി ഇതിലെ കുരുവെല്ലാം മാറ്റിയെടുക്കണം. കടയിൽ നിന്നൊക്കെ ജാമിൻ്റെ ചെറിയൊരു കുപ്പി വാങ്ങിക്കാൻ തന്നെ ഒത്തിരി പൈസ ആവൂലേ. മാത്രമല്ല നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്കൊന്നും കൊടുക്കാനും പറ്റില്ല. ഞാനിങ്ങനെ പലതരം ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ജാം ഉണ്ടാക്കി വെക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല നമുക്ക് ധൈര്യമായിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇതുപോലെ ജാമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഓമക്കായൊക്കെ ഉണ്ടെങ്കിൽ അത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതപ്പോൾ ഞാൻ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസാക്കി എടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പീസാക്കിയിട്ട് എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം മധുരമുള്ള ഓമക്കായാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര മാത്രം എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അത് മുഴുവനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജാറിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ആക്കാം. ഇനി ബാക്കിയുള്ള ഓമക്കായെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഓമക്കായയുടെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് തിക്കായി വരുന്ന നേരത്തെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. അതുപോലെ ഹൈ ഫ്ലെയിമിലും ആക്കി വെക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതിൽ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബബിൾസ് വരുന്നത് മാറുന്ന വരെ തന്നെ നമുക്കിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബബിൾസൊക്കെ ചെറുതായി വരലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ജാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ പാനിൽ നിന്നൊക്കെ വിട്ട് ഒരു നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങാനീര് ഒഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു തിക്നെസ്സിൽ മാത്രം എടുത്താൽ മതിയാവും. അധികം തിക്കായിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിക്കായി കിട്ടും. അപ്പോൾ നമുക്കിതാ ഈ ഒരു ചെറിയ ലൂസോട് കൂടി തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പപ്പായ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയാലേ നമ്മുടെ ജാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഈ ജാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമല്ലേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ ഈ മുഴുവൻ ജാമും ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്.
ഇനി നമുക്കിത് തണുത്തതിന് ശേഷം, നന്നായി തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയത്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 1 മാസത്തോളം നല്ല കേട് കൂടാതെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ജാം എല്ലാവരും തയ്യാറാക്കി നോക്കൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.